ഉറച്ചവൻ ഒന്നിനെ കൂടെ പോവില്ല. വചനത്തിൽ ഉറച്ചവൻ എന്തെങ്കിലും കേട്ട് പോകത്തില്ല. അടിസ്ഥാനം വചനത്തിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പല പല ബിൽഡിങ്ങുകൾ പണിയാറുണ്ട്, വീട് പണിയാറുണ്ട്. പോട്ടെ, നമ്മുടെ ബുർജ് ഖലീഫ, അതിന്റെ മണ്ടയിലുള്ള മോഡിഫിക്കേഷനിലും അതിനകത്തുള്ള സ്റ്റൈലിലുമല്ല ആ ബിൽഡിങ്ങിന്റെ നിലനിൽപ്പ്. അത്രയും വലിയ ബിൽഡിങ്ങിനെ നിലനിർത്തുന്നത് അതിന്റെ അടിസ്ഥാനമാണ്. മനസ്സിലായവർക്കായി സ്വന്തം ചെയ്യുക. ഇനി എന്ത് സാധനം എന്ന് പറഞ്ഞാലും താഴെ പോവും, ഒന്നും നിൽക്കുകയല്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം, വചനത്തിലാണ് അടിസ്ഥാനമെങ്കിൽ സഭ അറിയത്തില്ല. വചനത്തിലാണ് വിശ്വാസി അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്, വിശ്വാസി പോകത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നവർക്കായി സ്വന്തം ചെയ്യും. അതുകൊണ്ട് ചില പച്ചപ്പുഴുവും ചില വെട്ടിക്കിളിയും ഒക്കെ കേറും, ഒന്ന് സൂക്ഷിക്കുന്നവർക്കായി സ്വന്തം. സഭയോടുള്ള ദൈവത്തിന്റെ ദൂത ചിലതൊക്കെ കേറിയാലും കൃപയിൽ നിൽക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കാം. ദൈവം തന്നതിനെ അപകരിക്കാൻ ഒരു ശത്രുവിനെ ദൈവം അനുഗ്രഹിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് എന്നോട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞൊരു സന്ദേശമാണ്, പല കുടുംബങ്ങളിലെയും നന്മകളെ പുഴു അപകരിച്ചുകൊണ്ടിരിക്കുക, അവൻ തിന്നുകൊണ്ടിരിക്കുക, എങ്കിൽ മടക്കി തരുന്ന ദൈവം ഇന്ന് പകൽ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ശക്തി, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളുടെ വിഷയത്തിലും അതാണ്. മോശയുടെ കൈ കൊടുത്ത വടി ചെറുതായിരുന്നു. ചെങ്കടലിന് മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, വടി നീട്ട്. മോശ എന്നാ പറഞ്ഞു? ഇത് വെറും ഒരു ഉണക്ക വടിയാണല്ലോ, ഈ വടി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. കർത്താവ് പറഞ്ഞു, നീ നീട്ട്, ഞാൻ എന്നാന്ന് വെച്ചാൽ കാണിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞത് അനുസരിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി നടക്കും. ചിലൊക്കെ പറയും, ദൈവമേ ഞാൻ ഒന്നുമില്ല, നീ ഒന്നുമില്ല. പക്ഷെ കർത്താവ് പറയും, ഞാൻ എല്ലാം അല്ലേ. നീ ഒന്നുമില്ല, അത് സത്യമാണ്, പക്ഷെ ഞാൻ എല്ലാം അല്ലേ. പിന്നെ അവിടെ പ്രവൃത്തി നടക്കാതിരിക്കുമോ? ദൈവം തന്നിരിക്കുന്നത് ഒരു കമ്പാണെങ്കിലും ഒരു വടിയാണെങ്കിലും അതും വലുതെന്ന് പറയുന്ന ദൈവമക്കൾക്കായി. പ്രൈസ് ദി ലോർഡ്. തന്ന സാധനത്തിലല്ല കാര്യം, തന്നവനാ വലുത്. പലപ്പോഴും ചിന്തിച്ചാറുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഏലിയാവ് ചൂരച്ചയുടെ തള്ളി കിടക്കുമ്പോൾ അവന്റെ അടുക്കൽ ദൂതൻ വന്ന് അടയും, കനലിന്മേൽ ചുട്ട അടയും വെള്ളമൊക്കെ കൊടുത്ത്, തുരുത്തിയിൽ വെള്ളമൊക്കെ കൊടുത്ത് എന്നോട് പറയുക, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടക്കണം. എത്ര ദിവസത്തെ യാത്രയുണ്ട്? 40 പകലും 40 രാത്രി. 40 പകലും 40 രാത്രിയും നമുക്കൊരു ട്രിപ്പ് തന്നാൽ എത്ര ഫുഡ് എടുക്കും? ഒത്തിരി ഫുഡ് എടുക്കും. പക്ഷെ ഈ 40 പകലും 40 രാത്രിയിലും അഭിഷേകം നടന്നത് ഒരടയുടെ വെള്ളത്തിലും ഒരു വെള്ളത്തിന്റെ വെള്ളത്തിലുമാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവ് എങ്ങനെ നടന്നു? ഇത് വലിയ അത്ഭുതമാണല്ലോ. കർത്താവ് എന്നോട് പറഞ്ഞ സന്ദേശം, ഞാൻ കൊടുത്തത്, ഏലിയാവിന്റെ കയ്യിൽ കിട്ടിയത് ഒരടയാണെങ്കിലും ഒരു തുരുത്തി വെള്ളമാണെങ്കിലും കൊടുത്തവനാരാ? കൊടുത്ത കരം ഏതാ? തന്ന കരം ഏതാ? ചിലരൊക്കെ പറയും, കർത്താവ് ഇത്രയും വർഷം ഞാൻ ഇവിടെ നിൽക്കാൻ എന്റെ കയ്യിൽ എന്നാ ഉണ്ടായിരുന്നു? ഇച്ചിരി അല്ല ഉള്ളായിരുന്നുള്ളൂ. ആ ഇച്ചിരിയെ ഉള്ളെങ്കിലും തന്നത് വിലപ്പെട്ട കരമായതുകൊണ്ട്, തന്നത് ദൈവമായതുകൊണ്ട് നിന്നെ ദൈവം നിലനിർത്തി. കരമുയർത്തി സ്വോത്രം ചെയ്താട്ടെ. എനിക്ക് പറയാനുള്ള സന്ദേശം, കിട്ടിയതിന്റെ വലിപ്പമല്ല, തന്നവന്റെ കരത്തിന്റെ ബഹുത്വമാണ്. കിട്ടിയ നന്മയുടെ വലിപ്പമല്ല, തന്ന ദൈവത്തിന്റെ കരത്തിന്റെ ബഹുത്വമാണ് വലുത്. വിശ്വസിക്കുന്ന കർത്താവിനെ വിശ്വസിച്ചാൽ അപ്പോൾ ദൈവം വലിയവനാ. അതേപോലെ നോക്കിയിരിക്കരുത്, ശക്തി ഭയങ്കരമായിരിക്കും. 6-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ശക്തിയുള്ളതും സംഖ്യ ഇല്ലാത്തതുമായ ഒരു ജാതി എന്ന ദേശത്തിന് നേരെ വന്നിരിക്കുന്നു. അടുത്തത് അതിന്റെ പല്ല്, സിംഹത്തിന്റെ പല്ല്. ശ്രദ്ധിക്കൂ, ജീവി ഇത്രേ ഉള്ളൂ, പക്ഷെ പല്ലെന്നാ സിംഹത്തിന്റെ പല്ല. സ്വോത്രം ചെയ്യാം. കണ്ടാലൊന്നും വിചാരിക്കത്തില്ല. ഒന്ന് തുറക്കാൻ പറയണം, അല്ലേ? പൈസലോ അവന്റെ അകത്തോട്ടൊന്ന് കയറി നോക്കണം. പൈസലോ JCBക്ക് പോലും ഇത്ര വലിയ ആക്രമണം നടത്താൻ പറ്റത്തില്ല. അതേപോലുള്ള കാര്യക്രമം കൊണ്ടാണ് വന്നിരിക്കുന്നത്. കർത്താവിനെ സ്തുതിക്കാം. വിശ്വാസിയെ, നീ മാറിയില്ലെങ്കിൽ ആരും മാറത്തില്ല. കർമ്മത്തെ സ്വോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസം ഒരു സന്ദേശം ഞാൻ ജനത്തോട് പറഞ്ഞപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു, കുത്തിയതുപോലെ തോന്നി. എന്നെ കുത്തി പ്രസംഗിച്ചോലെ തോന്നി. ഞാൻ പറഞ്ഞു,
കുത്തു കൊല്ലണമെങ്കിൽ അത് അനുഭവം അല്ലേ? എനിക്കൊരു കുത്തു കൊണ്ടെങ്കിൽ അതിന്റെ അനുഭവം അല്ല എന്ന് പ്രസംഗിച്ച്. അതുകൊണ്ട് കുത്തു കിട്ടിയാൽ അത് അനുഭവമാണ്. അപ്പോൾ ഈ സിംഹത്തിന്റെ പല്ലുള്ള ഈ ജീവി, ഈ സിംഹത്തിന്റെ പല്ലുകൊണ്ടാണ് സകലതും തിന്നുന്നേ. സിംഹത്തിന്റെ പല്ല, പക്ഷെ സൈസ് ചെറുതാ. ഈ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാര്യമല്ല ഈ പറയുന്നത്. ചിലതൊക്കെ ഇടയ്ക്ക് കയറി വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഭവനത്തിലായാലും ക്രിസ്തീയ ജീവിതത്തിലാണെങ്കിലും ഇടപെടലിലാണെങ്കിലും ചിലതൊക്കെ വരും, ചിലതൊക്കെ കൂടെ വരും, എന്തെങ്കിലുമൊക്കെ തരാന്ന് പറയും. വചനം അറിയാവുന്ന നീ എന്തിന്റെ പുറകെ പോയി കർത്താവിനെ സൂചിച്ചാണ്. ഇനി അടുത്ത കാര്യം പറയുന്നത്, ഇത് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇനി പറയുന്നത്. ഇത് എന്നാ ചെയ്യുക? ഫസ്റ്റ് വൺ, എന്റെ മുന്തിരി വള്ളിയെ ശൂന്യമാക്കി. കർത്താവിനെ സ്തുതിക്കും. മുന്തിരി കഴിച്ചിട്ടുണ്ടോ? ഓ, ഇരിപ്പ് കണ്ട കണ്ടിട്ട് പോലും ഇല്ല. ഈ മുന്തിരി നല്ലതായിട്ട് ഫലം തരുന്ന ഒരു വൃക്ഷമാണ്. സ്തോത്രം. ഇതിനെ ഈ ജാതീയ ശക്തി ശൂന്യമാക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? അതിന്റെ അർത്ഥം എന്നാ? ഫലം തരാത്തതിനെ അല്ല ഇതിന് വേണ്ടത്, ഫലം തരുന്നവനെയാണ് ഇതിന് വേണ്ടത്. കർത്താവിനെ സ്തുതിക്കാം. ഫലം പറയാറില്ലേ, കർത്താവേ ഉപവസിച്ചിട്ടും കഷ്ടത, പ്രാർത്ഥിച്ചിട്ടും പ്രതികൂലം, ആരാധിച്ചിട്ടും പുറകെ പോരാ. അതിനർത്ഥമായി വചനം ഫലമുള്ളതിനെയാ വേണ്ടത്, ഫലമില്ലാത്തതിനെ വേണ്ട. ചില കഴിഞ്ഞ ദിവസം ഒരു സഭ എന്നോട് പറഞ്ഞു, ദൈവാദിനെ എന്നും പ്രാർത്ഥനയാ, രാത്രി 12 മണിക്കും പ്രാർത്ഥനയാ, പക്ഷേ എനിക്ക് പ്രശ്നങ്ങളാ. പക്ഷേ സഭ വന്നെന്റെ അടുത്തിരുന്ന് ഉറങ്ങുന്നവന് ഒരു പ്രശ്നവും ഇല്ല. അതിന്റെ അർത്ഥം ഇതാണ്, ഫലം ഉള്ളതിന്റെ പുറയിലാ പോരുള്ളത്. ഉറങ്ങുന്നവൻ ഒരു പോരും ഇല്ല. കാര്യം പറഞ്ഞാൽ അവൻ പോരാ, പിന്നെ അവന്റെ മണ്ട ഇനി പോരും. കഴിഞ്ഞ 2012 കഴിഞ്ഞ ഡിസംബർ 30, 2013 ന്യൂ ഇയർ മീറ്റിംഗിന് ഒരു സന്ദേശം കൊടുക്കാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, എന്നോടൊരു വ്യക്തി ചോദിച്ചു 2013 ഏറ്റവും വലിയ പോരിന്റെ പേര് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പോരാണ്. 2013 ഏറ്റവും വലിയ പോരായിരിക്കും ഉറക്കപ്പോര്, ഉറക്കപ്പിശാച്. ഇത് വല്ലാതെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എത്ര കൃപയുള്ളവരെ പെട്ടെന്ന് ഉറക്കിക്കളയുന്ന ഒരു പോര്. എന്നാ ഉറക്കമാണ്. അയ്യോ, കേരളത്തിലൊക്കെ ആണെങ്കിൽ 10,000 വാട്സിന്റെ അടുത്തിരുന്ന് ഉറങ്ങുക. 10,000 വാട്സിന്റെ അടുത്തിരുന്ന് ഉറങ്ങുന്നവൻ അവന്റെ മാനുഷിക മൈൻഡിലല്ല ഉറങ്ങുന്നത്. മാനുഷിക മൈൻഡ് ആണെങ്കിൽ സൗണ്ട് കേട്ടാൽ ഉണരത്തില്ലേ? അവനെ ഉറക്കുക, അവനെ തടവി ആലോചിച്ച് ഉറക്കുക. കരമീർത്തി സ്വോത്രം ചെയ്യാം. ഈയിടെയായിട്ട് കണ്ടുവരുന്ന മറ്റൊരു സംഭവം, ഉറങ്ങുന്നവൻ ഒറ്റയ്ക്ക് ഉറങ്ങത്തില്ല, ആരാധിക്കുന്നവന്റെ മണ്ടയിലോട്ട്. അതിന്റെ അർത്ഥം എന്നാ? അവനൊട്ട് ആരാധിക്കത്തില്ല, മറ്റുള്ളവനെ ആരാധിപ്പിക്കത്തില്ല. ചിലതിന്റെയൊക്കെ പോക്ക് കണ്ടാൽ എന്നാ പോക്കായി പോണേ. ഉറക്കം 2 വിധത്തിലുണ്ട്, ശ്രദ്ധിക്കുന്ന നല്ലതാ. ഉറക്കം 2 വിധത്തിലുണ്ട്, ഒന്ന് ഇങ്ങോട്ടും ഒന്ന് മേപ്പോട്ടും. രണ്ടിനും 2 ദൂരമുണ്ട്. രണ്ടിനും 2 ദൂരമുണ്ട്. ഇങ്ങോട്ട് ഉറങ്ങുന്നതിൽ ഇങ്ങോട്ട് ഉറങ്ങുന്നതിൽ കറക്കാം. എനിക്കൊന്ന് നമ്മുടെ മീറ്റിംഗ് 1:30 തീരും. 1:30 അടുത്ത് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ഉറങ്ങുന്നത്. കാര്യം എന്താണെന്നറിയോ? സമയമായി, ദൂത് മതി, പ്രസംഗം മതി. കൃപയുള്ളവർ ഇങ്ങനെ ഉറങ്ങുന്നത്. ഈയിടെയായിട്ട് വല്ലാതെ പോരിങ്ങനെ നടക്കുക. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നവർക്കായി കർത്താവിനെ ശ്രദ്ധിക്കുന്നു. ഫലമുള്ളതിനെയാ വേണ്ടത്. ദൈവവൈദ്യരെ, നീ എന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതൽ നിന്നോട് പോരാ. നിന്നിൽ ഒരു ഫലം കായ്ക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് പോരാ. 2013 പ്രശ്നത്തെക്കാൾ 2014 പോരുകൾ നിന്റെ അടുക്കൽ വരുമെങ്കിൽ നീ അധികം ആരാധിച്ചോണം. കാര്യം എന്നാ? നിന്നിൽ എന്നാ ഫലം മുളയ്ക്കാൻ തുടങ്ങി, എന്തോ ഒരു ഫലം ഉണ്ടാകാൻ തുടങ്ങി. ദൈവാത്മാവിനെ പഠിപ്പിച്ച കാര്യമാണ്. എതിർപ്പുകൾ നേരിടുമ്പോൾ ഓർത്തോണം, ഒരു ഫലം കായ്ക്കാൻ തുടങ്ങി, ഒരു ഫലം മുളയ്ക്കാൻ തുടങ്ങി. കരമുയർത്തി സ്വോത്രം ചെയ്യാം. എമറേറ്റ്സ് ക്രിസ്ത്യൻ ചർച്ചിലുള്ള ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തിലും നിന്റെ സഭയ്ക്കും എതിർപ്പ് കൂടിയെങ്കിൽ നീ ആലോചിച്ചോ, അവരെ ഞെട്ടിക്കുന്ന വലിയൊരു ഫലം ഇതിനകത്ത് മുളയ്ക്കാൻ തുടങ്ങി, ഇതിനകത്ത് കായ്ക്കാൻ തുടങ്ങി. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുക.
എന്നുമില്ലാത്തൊരു ദേഷ്യം, എന്നുമില്ലാത്തൊരു പിണക്കം, ആരാധനയ്ക്ക് വിടാതെ നിന്നെ ബാധിക്കുന്ന പോരുകൾ നിന്റെ ഗ്രഹത്തിനകത്തുണ്ടെങ്കിൽ നീ വിചാരിച്ചോ ഒരു വലിയ ഫലം നിന്റെ ഭവനത്തിൽ കായ്ക്കാൻ തുടങ്ങി. നിന്റെ തലമുറകളെ വിടാതെ പിടിച്ചുകൊണ്ട് ശത്രു പിന്തുടരുന്നെങ്കിൽ നീ ആരാധിച്ചോ ഒരു ഫലം വരുന്നുണ്ട്, ഒരു നന്മ വരുന്നുണ്ട്, ഒരു അവകാശം വരുന്നുണ്ട്. ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം, പ്രാർത്ഥിക്കാത്തവന് പോരുകൾ അധികം കാണുകയില്ല. പ്രാർത്ഥിക്കുന്നവനേ ഉള്ളൂ, ആരാധിക്കുന്നവനേ ഉള്ളൂ, ജയമെടുക്കുന്നവനേ ഉള്ളൂ. മുളയ്ക്കുന്നതിനെ തിന്നുകളയുന്ന ജാതീയ ശക്തികൾ ആത്മാവിനോട് പറയുക, പലതിനെയും കണ്ടെത്ത് അനുഭവിക്കാൻ കഴിയാത്ത ഒത്തിരി പേർ ഇന്ന് മുതൽ ഇതിനകത്തുണ്ട്. നീ കണ്ടതിനെ അവൻ അപകരിച്ച് തിന്നുകളഞ്ഞെങ്കിൽ അവൻ തിന്നതിനെ ഇരട്ടിയായി നടത്തിത്തരുന്ന ഒരു പുതിയ വർഷമായി 2014 സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. നിന്റെ കുടുംബത്തിനായി, നിന്റെ സഭയ്ക്കായി, നിന്റെ ജീവിതത്തിനായി സ്വർഗ്ഗം മാറ്റട്ടെ. അരമയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രശ്നം വരുമ്പോൾ എല്ലാവരും എന്നാ പറയുന്നത്? ഓ, നിനക്ക് എന്നെ പ്രശ്നമേ ഉള്ളൂ. നീ ഇന്ന് പറയണം, പോയി തളർന്നിരിക്കരുതെന്നേ. നീ അവനോട് 2 വർത്താനം തിരിച്ചു പറയണം. അധികാരമുണ്ട് ദൈവമക്കൾക്ക്. എന്നാ പറയണമെന്നറിയാവോ? എന്നിൽ വലുതെന്തോ തുടങ്ങിയിട്ടുണ്ട്, എന്നിലെന്തോ ആരംഭിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കാം. ഈ പ്രതികൂലമില്ലാത്ത ഒറ്റ പടകും അക്കരെ എത്തത്തില്ല കേട്ടോ. പ്രശ്നമില്ലാത്തവൻ ആരും അക്കരെ എത്തത്തില്ല. പ്രശ്നമുള്ളവനെയാ കർത്താവിന് വേണ്ടത്. എന്നാ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നാ നിലവിളിയാ. ഞാന് പ്രിയ ശിവവ്രതമായിട്ട് വാഹനത്തിനോട് സംസാരിച്ച് വരുമ്പോൾ പറയുമായിരുന്നു, സ്തോത്രം, ഓരോ അപ്പോസ്തലന്മാർക്കും നല്ല ശവമടക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എങ്കിലും ആരെങ്കിലും മരിച്ചു വരും, അടക്കം അതിന് സൂപ്പറായിട്ട് വരും അല്ലേ? സ്തോത്രം, അതാണ് സ്തുതിക്കാം. ചിലർക്ക് വിശ്വാസത്തിലോട്ട് വരാനുള്ള സ്ഥിരം ഡയലോഗാണ്. വിശ്വാസത്തിലോട്ട് വരാൻ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെല്ലാം ലക്ഷ്യമാണ്. അടക്കാൻ കല്ലറ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാം. എന്നാ കല്ലറ ഇല്ലെങ്കിൽ ഞങ്ങൾ വരത്തില്ല. നിങ്ങൾക്ക് കല്ലറ ഇല്ലെന്ന് ഞാൻ പറഞ്ഞ എത്ര കല്ലറ വേണം? പിന്നുള്ള ചോദ്യം ഇതാണ് എൻ്റെ. ഞങ്ങൾ ജീവിക്കാനാണ് ഇതിനകത്തോട്ട് വന്നത്. നിങ്ങൾ വരുമ്പോഴേ മരിക്കാനോ വരുന്നത്? ജീവിക്കാൻ വന്നവർ സ്വതന്ത്രം ചെയ്യാം. ജീവിക്കാൻ വന്നവർ ജീവനോടല്ലേ ചെയ്യാൻ പറയാം. പൈസലോ പൈസലോ. അതുകൊണ്ട് സ്വർഗം നമുക്ക് ഒരിക്കൽ വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സൂചിപ്പിക്കുക. നമ്മളെ 10 പേർ അറിയുന്നില്ലേ? നമ്മളെല്ലാവർക്കും അറിഞ്ഞൂടെ? ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് പലരും പറയുന്നില്ലേ, അവൻ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടെന്ന്. ഇത് മതി, ഈ സാക്ഷ്യം മതി. ഒരുപാടൊന്നും നേടിയില്ലെങ്കിലും കർത്താവിനെ അറിഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. നാരങ്ങൾ നിന്നെ നോക്കി പറയുന്നെങ്കിൽ നീ ഭാഗ്യവാൻ. കർത്താവിനെ സൂചിച്ചാട്ടെ. മുന്തിരി ഒഴികെ ശൂന്യമാണ്. അടുത്തത് അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. മുന്തിരി ആത്മീക ഫലത്തെയാണ് കാണിക്കുന്നത്. താങ്കൾ സ്തുതിക്കാം. ആത്മീക ഫലത്തെയാണ് മുന്തിരി കാണിക്കുന്നത്. ഈ ആത്മീക ഫലത്തെ, ആത്മീക നന്മയെ, ദൈവം നൽകിയ ഫലത്തെ നശിപ്പിക്കാൻ നോക്കുന്ന ശക്തി, നിന്നിലുള്ള ഫലത്തെ തിന്നുകളയുവാൻ, നിന്നിലുള്ള നന്മയെ തിന്നുകളയുവാൻ ശ്രമിക്കുന്ന ജാതീയ ശക്തി ഇതാണ്. അടുത്തത് അത്തിവൃക്ഷം. അത്തി വിശുദ്ധ വേദപുസ്തകത്തിൽ അത്തിയെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദൈവാത്മാവിൽ അരുളി ചെയ്തിട്ടുണ്ട്. എങ്കിലും അത്തിപ്പഴത്തിന്റെ ആ ഒരു ശ്രേഷ്ഠത മനസ്സിലാക്കണമെങ്കിൽ ഇരമ്യാ പ്രവചനം 24-ാം അധ്യായം അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യം വേഗത്തിൽ വായിക്കണം. ഇരമ്യാ പ്രവചനം 24-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാൽ. ഒരു കൊട്ടയിൽ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കൊട്ടയിൽ എത്രയും ആകാത്തതും തിന്നുവാൻ പാടില്ലാത്തവണ്ണം ചീത്തയുമായ അത്തിപ്പഴവും ഉണ്ടായിരുന്നു. യഹോവ എന്നോട്, യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. അതിന് ഞാൻ, അത്തിപ്പഴം, നല്ല അത്തിപ്പഴം എത്രയോ നല്ലതും ആകാത്തതോ എത്രയും ആകാത്തതും തിന്നുകൂടാത്തവണ്ണം ചീത്തയുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കൽദയരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദാബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും. രമ്യാനോട് ചോദിച്ചു, എന്ത് കാണുന്നു? എന്ത് പറഞ്ഞു? ഞാൻ 2 കൊട്ട, ഒരു കൊട്ടയിൽ നല്ല അത്തിപ്പഴം, മറ്റേ കൊട്ടയിൽ ചീത്തയായ അത്തിപ്പഴം, തിന്നാൻ കൊള്ളത്തില്ല.
എന്റെ ആദ്യ ഭാഗം ഒന്നും പറയുന്നില്ല, അതിന്റെ അവസാന ഭാഗം ഞാൻ പറയാം. ഇരമ്യാവ് കാണുന്ന ഒന്നാമത്തെ കൊട്ടയിലിരിക്കുന്ന അത്തിപ്പഴം നല്ല അത്തിപ്പഴമാണ്. നന്മയ്ക്കായി കൽദയരുടെ ദേശത്തേക്ക് അയച്ചിരിക്കുന്ന യഹൂദബദ്ധന്മാര്, അതായത് എന്റെ ദാസന്മാരെ എന്നൊക്കെ പറയും, എന്റെ ദാസന്മാരെ. രണ്ടാമത്തെ കൊട്ടയിലിരിക്കുന്ന ചീത്തയായ അത്തിപ്പഴം പോലെയല്ല, ഒന്നാമത്തെ കൊട്ടയിലിരിക്കുന്ന നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും, ഞാൻ മാനിക്കും. അപ്പൊ തന്റെ ദാസന്മാരെ മാനിക്കുന്നതിനോട് എന്ത് ഉപമിച്ചിരിക്കുന്നു? അത്തിപ്പഴത്തെ ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ശ്രേഷ്ഠതയില്ലാത്തതല്ല, അത്തിപ്പഴം ശ്രേഷ്ഠതയെ കാണിക്കുന്നു, അത്തിപ്പഴം മൂല്യതയെ കാണിക്കുന്നു, അത്തിപ്പഴം ശ്രേഷ്ഠതയെ കാണിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ എന്നാണ്? ഒന്ന്, ആത്മീക ഫലത്തെ അവൻ നശിപ്പിക്കാൻ നോക്കിയെങ്കിൽ, രണ്ട്, ശ്രേഷ്ഠതയുള്ളതിനെ ഒടിച്ചു കളഞ്ഞ കർത്താവിനെ ശ്രദ്ധിക്കാം. ദൈവസഭയോടുള്ള ദൈവത്തിന്റെ ദൂത ഇതിനകത്തുള്ള ഫലത്തെയും ശ്രേഷ്ഠതയെയും നശിപ്പിച്ച് ഒടിച്ചു കളയാൻ ശ്രമിക്കുന്ന ഒരു ജാതീയ ശക്തിയെ ദൈവാത്മാവിനെ കാണിക്കുക. അവന്റെ മേൽ ജയമെടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ആത്മാവ് എന്നോട് ഇവിടെ വന്നിരുന്നപ്പോൾ പറഞ്ഞു, യോവേൽ പ്രവചനം ദൈവസഭയോട് സംസാരിക്കണോ? അതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ഏറ്റെടുത്താൽ അത് വിടുതലാണ്. നിന്നിൽ ഉത്ഭവിക്കുന്ന ഒരു ശ്രേഷ്ഠതയുണ്ടല്ലോ, നിന്റെ സഭയിൽ ജ്വലിക്കുന്ന ഒരു ആത്മീയ അഗ്നിയുണ്ടല്ലോ, അതിനെ കെടുത്തിക്കളയണം എന്ന് കൊതിക്കുന്ന ഒരു ജാതീയ പോരുണ്ട്. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് അവന്റെ മേൽ ജയമെടുക്കട്ടെ. ഈ 2013 അവസാന ദിവസങ്ങളിൽ ചിലവിന്റെ മേൽ ജയമെടുത്ത് ഒരു ശക്തിക്കും അവകാശമില്ലാത്ത ഒരു ജയത്തിന്റെ വർഷമാക്കി ദൈവം അടുത്ത വർഷത്തെ മാറ്റുവാൻ ദിവസങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുക. ശ്രേഷ്ഠതയെ നഷ്ടമാക്കുന്ന ശക്തി അത്തിപ്പഴവും മുന്തിരിയും ഒന്നും സഭയ്ക്കകത്തില്ലെങ്കിൽ പിന്നെ സഭ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്, അല്ലേ? ഇത് കൊണ്ടാലേ ഉള്ളൂ സഭ. സ്തോത്രം, സ്തോത്രം. പൈസലോ ഇന്ന് പല ടൈപ്പിലാ. കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ അവർ പറയുകയാണ്, അവർ പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾക്കൊരു സിസ്റ്റം, ഞങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ട്. 2 വാക്ക് വേദോസം പ്രബോധിപ്പിക്കാൻ, ബൈബിള് പ്രബോധിപ്പിക്കാൻ, സങ്കീർത്തനം പ്രബോധിക്കാൻ 15 മിനിറ്റ്, പ്രസംഗം 8 മണിക്ക്. സിസ്റ്റം ഉണ്ട്, ഈ സിസ്റ്റത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അതേത് വാക്യം? സിസ്റ്റം ഉണ്ടാക്കിയത് മുഴുവൻ മനുഷ്യനാണ്. സഭ തന്നത് കർത്താവ്, അതിനകത്ത് കളിക്കുന്നവർ മനുഷ്യനാണ്. ഓപ്പൺ ചെയ്യാം, കളിപ്പിക്കുന്നത് മാറ്റാണ്. കർത്താവിനെ ശ്രദ്ധിക്കാം. ആകുന്ന ദൈവം ആക്കിയ വേലക്കാരുണ്ട്, ആകാത്ത വേലക്കാരും ഉണ്ട്, അല്ലേ? ഇല്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പൈസലോ. അപ്പൊ ഞാൻ പറഞ്ഞത്, ശ്രേഷ്ഠമേറിയതിനെ, മൂല്യമേറിയതിനെ, ദൈവം തന്നതിനെ ഒന്നും നശിപ്പിക്കാൻ ഒരു ശക്തിക്കും അവകാശമില്ല. എങ്കിലും അതിനെ നോട്ടം വെക്കുന്ന ശക്തിയുണ്ട്. അതിന്റെ മേൽ ജയമെടുക്കുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം വലിയ അത്തിപ്പഴത്തിന്റെ ശ്രേഷ്ഠത പോലെ, മുന്തിരിയുടെ ഫലം പോലെ ദൈവം സഭയെ 2014 അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കുന്നവർ കർത്താവിനെ ശ്രദ്ധിക്കാം. ഒന്നിനും ഒരു കുറവില്ലാത്ത അനുഭവം. ചക്കുകൾ വീഞ്ഞുകൊണ്ട് നിറയട്ടെ, ധാന്യം കൊണ്ട് കളപ്പുരകൾ നിറയട്ടെ. ദൈവം ഇതിനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ ശ്രദ്ധിക്കാം. സ്തോത്രം. അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. അടുത്ത ശ്രദ്ധിക്കുക, അതിന്റെ തൊലി ഉരിഞ്ഞു കളഞ്ഞു. പൈസ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തൊലി ഉരിഞ്ഞു. ഞാൻ പറയാം, ഞാനൊരു ചെടി ഒടിച്ചു കളഞ്ഞു, ഞാനൊരു ചെടി ഒടിച്ചു, അല്ലെ ഒരു വൃക്ഷം വെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കിളിർക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ വെട്ടിയ മരത്തിന്റെയോ ചെടിയുടെയോ തൊലി ഉരിഞ്ഞു നോക്കിയ പിന്നെ കിളിർക്കും. അപ്പോൾ ഇവിടെ തൊലി ഉരിഞ്ഞതിനകത്തെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇത് മേലാൽ കിളിർക്കരുത്, ഇനി മേലാൽ വളരരുത്. സ്തോത്രം ചെയ്യാം. ഒരു വൃക്ഷത്തിന് വളർന്നു വരാനുള്ള അവന്റെ അവസാനത്തെ കണികയാണ് അതിന്റെ പുറം തോല്. അതും കൂടെ പോയാൽ പിന്നെ അത് കിളിർക്കുകയല്ല. ദൈവസഭയോട്, ദൈവമക്കളോട് ആത്മാവ് ആലോചന പറയുക, നിന്നെ തകർത്തെന്ന് മാത്രമല്ല, നിനക്ക് കയറി വരാനുള്ള അവസാനത്തെ പിഴുതും കൂടെ അവൻ ഉരിഞ്ഞു കളഞ്ഞെങ്കിലും, സാധ്യതകൾ ഒന്നുമില്ലെങ്കിലും സാധ്യതകളില്ലാതെ പ്രവർത്തിക്കാൻ
എന്റെ ദൈവത്തിന് കഴിയും. കരമുയർത്തി സ്തോത്രം ചെയ്യ. മടങ്ങി വരാനുള്ള അവസാനത്തെ പഴുത പുറന്തോല്, അതിനെ വരെ ഈ ജാതീയ ശക്തി ഉരുങ്ങി കളഞ്ഞു. ആത്മാവിനോട് ദൂത് പറയുക, വ്യക്തമായി സംസാരിക്കുക. തോരി ഉരിയപ്പെട്ട ചിലരൊക്കെ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് എങ്കിൽ ദൈവം വിടുവിക്കുന്ന ഒരു പകലാക്കി സ്വർഗം മാറ്റട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ ആന്റിയുടെ ദൈവാത്മാവ് ആലോചന പറയുക. പ്രൈസ് ദ ലോർഡ്. തകർന്നു പോകുമെന്ന് കരം ഉയർത്തിയാണ്. നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത പല മേഖലകളിലും നിന്നെ നിലനിർത്തിയത് കർത്താവിന്റെ സ്നേഹമാണ്. ഇവിടെ ഉരിയപ്പെട്ട് ഇപ്പോഴും സന്തോഷം ഉണ്ടെങ്കിലും അകത്തൊന്നുമില്ല. എന്തൊക്കെയോ നഷ്ടപ്പെട്ട് എന്തിനെയൊക്കെ അകപ്പെടുത്തി നീ നിലവിളിച്ചല്ലേ ദൈവസന്നിധി കയറി വന്നത്. എങ്കിൽ വലിയൊരു ജയം ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. നിന്നെ ഉരിച്ച വിഷയത്തിൽ, നിന്റെ പുറത്തോൽ ഉരുങ്ങികളഞ്ഞ വിഷയത്തിൽ എന്റെ ദൈവം ഇന്ന് പകൽ ഒരു വ്യവഹാരം നടത്താൻ പോവുക, ഒരു പ്രവൃത്തി അയക്കാൻ പോവുക. ഹന്തന റബൽക്കടകക്ഷസി അതിരഘടകനാദന വൈദമന വിടലാദന ഹർത്തന റബൽക്കടകക്ഷസി അതിരഘടകന റമനാദന ഹർത്തന വിടൽക്കടകക്ഷസി. യെസ് യെസ്. ഇന്നേക്ക് 14 മാസങ്ങൾ, ഇന്നേക്ക് 14 മാസങ്ങൾ നിന്നെ വിട്ട് കടന്നു പോകുന്നതിന് മുൻപേ ഒരു ജയത്തിന്റെ കൊടി ഉയർത്തി ഈ പട്ടണത്തിൽ നിൽക്കത്തക്ക വിധം നിന്നെ ഉരിച്ചു കളഞ്ഞ, നിന്നെ നശിപ്പിച്ചു കളഞ്ഞ, അപകരിച്ച ചിലതിനെ നേടിയെടുത്ത് നിൽക്കുന്ന ഒരു ജയം ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുക.